Earn Marks, your perfect learning partner. ബേസിക് ആയിട്ടുള്ള കുറച്ച് എക്സാമ്പിൾസ് നോക്കും. സോ ഫസ്റ്റ് വൺ, ഏറ്റവും സിംപ്ലസ്റ്റ് ഹൈഡ്രോ കാർബൺ ഏതാന്ന് ചോദിച്ചാൽ എപ്പോൾ ചോദിച്ചാലും പറയാൻ പറ്റണം, ദാറ്റ് ഈസ് മീതെയിൻ. ഓക്കെ, CH4 നമ്മൾ കേട്ടിട്ടുണ്ടാവും മീതെയിൻ ഗ്യാസ് എന്നൊക്കെ. സോ അതന്നെയാണ് സംഭവം. സോ CH4 ആണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഹൈഡ്രോ കാർബൺ. ഓക്കെ, സോ മീതെയിൻ പേര് അറിഞ്ഞിരിക്കണം, മീതെയിൻ ആണ്. It's the simplest hydrocarbon. ഇതിൽ 1 carbon atom is bonded to 4 hydrogen atom. Covalently bonded to 4 hydrogen atom. That is the basic hydrocarbon known. Okay, methane. Then the second one is ethene. Okay, so ethene is like its molecular formula is C2H4. So we can see that C2H4 എന്ന് പറയുമ്പോൾ there is something is missing, like so അതിൻ്റെ കാർബണിൻ്റെ കോവാലൻസി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ it should be something different molecular formula. So something difference is there. It's when it comes to the number of bonds. Okay, so ethene ഇങ്ങനത്തെ കുറച്ച് കോമ്പൗണ്ട്സ് ഏത് കാറ്റഗറിയിലാണ് ഹൈഡ്രോകാർബൺസ് വരിക എന്നുള്ള നമ്മൾ പഠിക്കുന്നുണ്ട്. സോ ഇവിടെ പറയുന്നത് എന്താ വെച്ചാൽ എത്തീൻ കണ്ടെയ്ൻ 2 കാർബൺ ആറ്റം ആൻഡ് 4 ഹൈഡ്രജൻ ആറ്റം. ഈ 2 കാർബൺ ആറ്റത്തിൻ്റെ ഇടയിൽ ആക്ച്വലി ഡബിൾ ബോണ്ട് ആണ് വരുന്നത്. ആ ഡബിൾ ബോണ്ട് വരുന്നത് കൊണ്ടാണ് ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ നമ്പറിൽ റിഡക്ഷൻ സംഭവിച്ചിട്ടുള്ളത്. ഓക്കെ, സോ അതാണ് എത്തീനിൽ ഡബിൾ ബോണ്ടാണ്, കാർബൺ ഡബിൾ ബോണ്ട് ഉണ്ട്. സോ കാർബൺ ഡബിൾ ബോണ്ട് ഉള്ള കാറ്റഗറിയിലെ ഏറ്റവും ബേസിക് യൂണിറ്റ് ആണ് എത്തീൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത് നോക്കൂ, ഇഥൈൻ. ഓക്കെ, സ്പെല്ലിംഗ് നോക്കണം. ഓക്കെ, ഫസ്റ്റ് മീഥെയിൻ എന്ന് പറയുമ്പോൾ എൻഡ്സ് വിത്ത് ANE. ഓക്കെ, അതിൽ സിംഗിൾ ബോണ്ട്. സെക്കൻഡ് വരുന്നത് കാർബൺ ഡബിൾ ബോണ്ട്. അതിൽ വരുമ്പോഴേക്കും ENE ആണ് നമ്മുടെ സഫിക്സ് ആയിട്ട് വരുന്നത്. ഓക്കെ, അത് ശ്രദ്ധിക്കണം. ഡബിൾ ബോണ്ട് ആണെങ്കിൽ ENE, സിംഗിൾ ബോണ്ട് ആണെങ്കിൽ ANE. ഓക്കെ, അതുപോലെ ജസ്റ്റ് ഞാൻ ഇവിടെ നിന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ YNE എന്ന് എൻ്റെ ചെയ്യുന്ന ഇഥൈൻ എന്ന് എൻ്റെ ചെയ്യുന്ന C2H2 ആണ് അതിൻ്റെ മോളിക്കുലാർ ഫോർമുല. സോ അതിൽ 2 കാർബൺ ആറ്റം 2 ഹൈഡ്രജൻ ആറ്റം വരുന്നുണ്ട്. ബട്ട് കാർബണിൻ്റെ ഇടയിൽ വരുന്നത് ഒരു ട്രിപ്പിൾ ബോണ്ടാണ്. സോ ട്രിപ്പിൾ ബോണ്ട് എന്ന് പറയുമ്പോൾ 3 ബോണ്ട്സ് ഉണ്ടാവും അല്ലേ. സോ 3 ബോണ്ട്സിൽ 1 സിഗ്മ ബോണ്ട് ആൻഡ് 2 പൈ ബോണ്ട്സ് ആണ് വരിക. ഓക്കെ, ഡബിൾ ബോണ്ട് ആണെങ്കിൽ 1 സിഗ്മ ബോണ്ട് 1 പൈ ബോണ്ട്. ട്രിപ്പിൾ ബോണ്ട് ആണെങ്കിൽ 1 സിഗ്മ ബോണ്ട് 2 പൈ ബോണ്ട്സ് ആണ് വരിക. സോ ഇതാണ് ഇതിൽ. അപ്പോൾ ട്രിപ്പിൾ ബോണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ഹൈഡ്രോ കാർബൺ നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പെൻഡൈൻ. ഓക്കെ, ഞാനൊന്ന് എഴുതാം. പെൻഡൈൻ എന്നാണ് തന്നിട്ടുള്ളത്. We know that pent means 5 അല്ലേ. അപ്പോൾ അതിൽ 5 കാർബൺ ആറ്റം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം. ഓക്കെ, 5 കാർബൺ ആറ്റം ഉണ്ട്. പിന്നെ അതുപോലെ അതിൻ്റെ എൻഡിങ് എങ്ങനെയാണ്? സഫിക്സ് ആയിട്ട് വരുന്നത് YNE ആണ്. YNE ആണെന്നുണ്ടെങ്കിൽ നമുക്കറിയണം ഏതോ 2 കാർബൺ ആറ്റം ഏതിൻ്റെ ഇടയിലാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ചിലപ്പോൾ 1 2ൻ്റെ ഇടയിലാവും, 2 3യുടെ ഇടയിലാവുമോ, എങ്ങനെയും വരാം. സോ ഏതോ 2 കാർബൺ ആറ്റത്തിൻ്റെ ഇടയിൽ ഒരു ട്രിപ്പിൾ ബോണ്ട് ഉണ്ട്. സോ അതാണ് പെൻഡൈൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ പെൻറ്റീൻ ആണെന്നുണ്ടെങ്കിൽ ഏതോ 2 കാർബൺ ആറ്റത്തിൻ്റെ ഇടയിൽ ഒരു ഡബിൾ ബോണ്ട് ഉണ്ടെന്ന് മനസ്സിലാക്കണം. ഓക്കെ, ഇനി അടുത്തൊരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഭയങ്കര കോമൺ ആയിട്ട് കേൾക്കുന്ന ഒരു കോമ്പൗണ്ട് ആണ് ബെൻസീൻ. ഓക്കെ, ബെൻസീൻ എന്ന് പറയുന്നത് നമ്മളുടെ ഹൈഡ്രോ കാർബണിൽ തന്നെ ഒരു സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഒരു സബ് ടോപ്പിക്കിൽ വരുന്നത് അരോമാറ്റിക് കോമ്പൗണ്ട്സ് എന്ന് പറയുന്ന ഇതിൽ വരുന്നതാണ് നമ്മളുടെ ബെൻസീൻ. ബാക്കിയെല്ലാം അലിഫാറ്റിക് കോമ്പൗണ്ട്സ് ആണെന്നുണ്ടെങ്കിലും ഇത് വരുന്നത് ബെൻസീൻ വരുന്നത് അരോമാറ്റിക് കോമ്പൗണ്ട്. സോ അവിടെ ഒരു ഡൗട്ട് വരാം, എന്താണ് ആലിഫാറ്റിക്, എന്താണ് അരോമാറ്റിക്. സോ ആലിഫാറ്റിക് കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത് ഹൈഡ്രോ കാർബൺസിൻ്റെ തന്നെ ഒരു സബ് ക്ലാസിഫിക്കേഷൻ ആണ്. സോ ആലിഫാറ്റിക്കിൽ മെയിൻ ആയിട്ട് വരുന്നത് നമ്മളുടെ കാർബൺ എല്ലാം ഒരു ലീനിയർ ചെയിൻ ആയിട്ടായിരിക്കും ഫോം ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ, പക്ഷേ അരോമാറ്റിക്കിലേക്ക് വരുമ്പോഴേക്കും അവിടെ ഒരു റിംഗ് ഫോർമേഷൻ നടന്നിട്ട് ഒരു റിംഗ് ആയിട്ടായിരിക്കും ഈ കാർബൺ എല്ലാം കൂടി അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അതാണ് അരോമാറ്റിക് കോമ്പൗണ്ട്സ്. അരോമാറ്റിക് കോമ്പൗണ്ട്സിലേക്ക് വരുമ്പോഴേക്കും അവർ കുറച്ചും കൂടി ഫ്രാഗ്മെന്റഡ് കോമ്പൗണ്ട്സ് ആണ്. അതായത് ഫ്രാഗ്നൻസ് കാണിക്കുന്നുണ്ട് ചില കോമ്പൗണ്ട്സ്. അതായത് നമ്മളുടെ ഈ പെർഫ്യൂംസിലൊക്കെ യൂസ് ചെയ്യുന്ന
മിക്ക ഓർഗാനിക് കോമ്പൗണ്ട്സും അരോമാറ്റിക് കോമ്പൗണ്ട്സ് ആണ്, ബിക്കോസ് ദേ ഹാവ് ഇൻബിൽഡ് ഫ്രാഗ്രൻസ്. ഓക്കെ, അലിഫാറ്റിക് എന്ന് പറയുമ്പോഴേക്കും ഒരു സ്ട്രെയിറ്റ് ചെയിൻ മോഡലിലായിരിക്കും വരുന്നുണ്ടാവുക. അരോമാറ്റിക് എന്ന് പറയുന്നതിന് റിംഗ് ഫോം ആയിരിക്കും. അരോമാറ്റിക്കിൻ്റെ എക്സാമ്പിളാണ് ബെൻസൈൻ എന്ന് പറയുന്നത്. സോ ബെൻസൈൻ്റെ ഒരു മോളിക്കുലാർ ഫോർമുല എന്ന് പറയുന്നത് C6H6 എന്നാണ്. ഓക്കെ, സോ അത് ഞാനൊന്ന് ഡ്രോ ചെയ്ത് കാണിച്ചു തരാം. ആക്ച്വലി ഇതൊരു കൺഫ്യൂഷൻ വരുന്നുണ്ടാവും നിങ്ങൾക്ക്. ഇങ്ങനെയാണ്, അതായത് നമ്മളിപ്പോൾ ബേസിക് അതിൻ്റെ ഒരു സ്കെലിറ്റൽ ഫോർമുല വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയാണ് ബെൻസീൻ. ഓക്കെ, സോ നമ്മൾ അതിൻ്റെ ഇടയിൽ ഒരു സർക്കിൾ ഇടും. ഈ സർക്കിൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താ വെച്ചാൽ അവരുടെ കാർബണിൻ്റെ ഇടയിൽ അൾട്ടർനേറ്റീവ് കാർബൺ ബോണ്ടിൻ്റെ ഇടയിൽ ഡബിൾ ബോണ്ട്സ് ഉണ്ടാവും. ഓക്കെ, സോ അവർ റെസൊണൻസ് എന്ന് പറയുന്ന ഒരു എഫക്റ്റ് വഴി ഈ ഒരു ഡബിൾ ബോണ്ട് ഇങ്ങനെ ആ ഒരു റിങ്ങിൽ ഇൻസൈഡ് ദ റിങ്ങിൽ അവരിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല ഏത് കാർബണിൻ്റെ ഇടയിലാണ് ഡബിൾ ബോണ്ട് ഉള്ളതെന്ന്. ഓക്കെ, സോ ഒരു റെസൊണൻസ് സ്ട്രക്ചർ എന്ന് പറയുന്ന കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ട്, നമുക്ക് പഠിക്കാം. ഓക്കെ, ഇതാണ് ബേസിക് ആയിട്ട് വരുന്ന ഒരു ബേസിക് ബെൻസീൻ്റെ ഒരു എന്താ പറയുക ഒരു സ്ട്രക്ചറാണ്. ഓക്കെ, സോ ഇതിൽ നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കുക എത്ര കാർബൺ ഉണ്ട് എത്ര ഹൈഡ്രജൻ ഉണ്ടെന്ന് മനസ്സിലാക്കണം. ഓരോ കോണേഴ്സും ഓക്കെ, അപ്പോൾ ഇതിൽ 1 2 3 4 5 6 കോണേഴ്സ് ഉണ്ട്. ഈ 6 കോണേഴ്സിലാണ് എന്ത് വരുന്നത്, നമ്മളുടെ കാർബൺ ആറ്റംസ് വരുന്നത്. ഓക്കെ, സോ ഈ 6 കോർണറിലുള്ള കാർബൺ ആറ്റുമായിട്ട് നമ്മുടെ ഓരോ ഹൈഡ്രജനും ബോണ്ട് ചെയ്തിരിക്കും. ഓക്കെ, സോ ഒന്നിൻ്റെ എക്സാമ്പിൾ, ഇവിടെ ഒരു ഹൈഡ്രജൻ ഉണ്ടാവും, ഇവിടെ ഹൈഡ്രജൻ, ഇവിടെ ഹൈഡ്രജൻ, ഇവിടെ, അങ്ങനെ 6 ഹൈഡ്രജൻ ആറ്റംസ് 6 കാർബൺ കോണേഴ്സുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കും. പിന്നെ വരുന്ന ഡബിൾ ബോണ്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ അൾട്ടർനേറ്റീവ് ഡബിൾ ബോണ്ട്സ് ആയിരിക്കും. സോ അതിനെ നമ്മൾ യൂഷ്വലി ഒരു സർക്കിളായിട്ടാണ് കാണിക്കുക. ബട്ട് നമ്മളല്ലാതെ കാണിക്കുകയാണെങ്കിൽ അൾട്ടർനേറ്റീവ് ആയിട്ടാണ് വരുന്നതെന്ന് പറഞ്ഞു. അതായത് ഈ കാർബണിൻ്റെ ഇടയിൽ ഡബിൾ ബോണ്ട് ഉണ്ടെങ്കിൽ പിന്നെ അടുത്തില്ല വരത്തില്ല, ഇതിൽ വരത്തില്ല, പിന്നെ ഇവിടെ വരും, ഇവിടെ വരും. ഓക്കെ, സോ അതുപോലെ ഇത് ചേഞ്ച് ചെയ്തിട്ട് അടുത്തതിലും വരും. അങ്ങനെയാണ് റെസൊണൻസ് സ്ട്രക്ചേഴ്സ് ഉണ്ടാവുന്നത്. ഫോർ ദിസ് അറ്റൈനിങ് ബേസിക് സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് റെസൊണൻസ് ഉണ്ടാവുന്നത്. ഓക്കെ, സോ ഇതാണ് ബെൻസീൻ. അപ്പോൾ ഇത് നമ്മൾ ഈ പഠിച്ച 4 എണ്ണം എന്ന് പറഞ്ഞാൽ ആക്ച്വലി നമ്മളുടെ ഹൈഡ്രോ കാർബണിൻ്റെ ക്ലാസിഫിക്കേഷനിൽ വരുന്ന 4 കോമ്പൗണ്ട്സിൻ്റെ ബേസിക് ഫോംസ് ആണ് ഈ പറയുന്ന 4 എണ്ണം. ഓക്കെ, ഫസ്റ്റ് നമ്മൾ പറഞ്ഞു ബേസിക് ഹൈഡ്രോ കാർബൺ എന്ന് പറഞ്ഞാൽ മീഥെയിൻ ആണ്, CH4, 1 കാർബൺ ആറ്റം അറ്റാച്ച്ഡ് ടു 4 ഹൈഡ്രജൻ ആറ്റം. ഓക്കെ, all are with single covalent bond. And the second one comes ethene. എത്തീനിൽ വരുമ്പോഴേക്കും C2H4 എന്ന് പറയുന്ന 2 കാർബൺ ആറ്റത്തിൻ്റെ ഇടയിൽ ഡബിൾ ബോണ്ട് ഉണ്ടാവും, 1 സിഗ്മ ബോണ്ട് ആൻഡ് 1 പൈ ബോണ്ട്. ആൻഡ് ദ തേർഡ് വൺ ഈസ് ഇഥൈൻ വരുമ്പോഴേക്കും C2H2, അതായത് 2 കാർബൺ ആറ്റത്തിൻ്റെ ഇടയിൽ ട്രിപ്പിൾ ബോണ്ട് ആയിരിക്കും, 1 സിഗ്മ ബോണ്ട് ആൻഡ് 2 പൈ ബോണ്ട്സ്. ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് an example for an aromatic compound, that is benzene, C6H6. It's a ring form and the carbon atoms are occupied in the 6 corners of that octane. Octane's 6 cornersലാണ് നമ്മളുടെ കാർബൺ ആറ്റം ഇരിക്കുന്നത്. ഓരോ രണ്ട് കാർബൺ ആറ്റത്തിൻ്റെ ഇടയിൽ അൾട്ടർനേറ്റീവ് കാർബൺ ആറ്റത്തിൻ്റെ ഇടയിൽ ഡബിൾ ബോണ്ട്സ് ആണുള്ളത്. പിന്നെ 6 ഹൈഡ്രജൻ ആറ്റം അവിടെ ഓരോ കാർബണും ആയിട്ട് കോവാലന്റ് ബോണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. സോ ഇത്രയാണ് ബേസിക് ആയിട്ടുള്ള ഹൈഡ്രോ കാർബൺസിന്റെ എക്സാമ്പിൾ. Earn Marks, your perfect learning partner.